എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. വളരെ ഇപ്പം ഇങ്ങോട്ട് കയറി വന്നു. എല്ലാവർക്കും താങ്ക് യു. എനിക്കറിഞ്ഞൂടെ ഞാൻ ഇങ്ങോട്ട് പോകും. ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. ഇപ്പം ഞാൻ സേഫാണ്, ഹാപ്പിയാണ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനക യൂട്യൂബ് ചാനൽ. സോ നമ്മളുടെ ലാസ്റ്റ് വീഡിയോനെ കുറിച്ചിട്ടും അതിൻ്റെ ആഫ്റ്റർ എന്തായെന്നുള്ളത് പറയാനൊക്കെയാണ് ഈ വീഡിയോ. സോ ആദ്യം തന്നെ ഞാൻ എന്തായിരുന്നു സംഭവം എന്ന് പറയാം. അതിന് മുന്നേ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച, ഞാൻ ഓക്കെ ആണോ എന്ന് അന്വേഷിച്ച എല്ലാവർക്കും താങ്ക് യു. ലൈക്ക് ആക്ച്വലി എന്നെക്കൊണ്ട് അങ്ങനത്തെ മൊമെൻറ്റ്സ് ക്യാപ്ചർ ചെയ്യാൻ പറ്റാറില്ല, ബട്ട് ഇതെന്തോ പറ്റി. എനിക്ക് വേണ്ടി വറി ചെയ്ത എല്ലാവരോടും താങ്ക് യു. ഞാനിപ്പോൾ സേഫാണ്, നല്ലൊരു സ്ഥലത്താണ്, എനിക്ക് താമസിക്കാൻ സ്ഥലം കിട്ടി. എൻ്റെ അമ്മ ഓക്കെ. സോ എന്താണ് സംഭവിച്ചത്? ഞാൻ ബ്രഹ്മനിലായിരുന്നു നിന്നിരുന്നത്. അപ്പോൾ എനിക്കൊരു ഇൻറ്റേൺഷിപ്പ് കിട്ടിയിട്ട് ഞാനിവിടെ ലൂബിക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വന്നു. അപ്പോൾ ലൂബിക്ക് എന്ന് പറഞ്ഞ സ്ഥലം ഒരു ടൂറിസ്റ്റ് പ്ലേസ് പോലത്തെ സ്ഥലമാണ്. അപ്പോൾ ഇവിടെ അപ്പാർട്ട്മെൻറ്റ്സ് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ എനിക്ക് അവർ ആദ്യം ഒരു ഹോട്ടൽ പോലുള്ള സ്ഥലത്ത് റൂം എടുത്ത് തന്നു. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് റൂമൊന്നും കിട്ടിയിട്ടുണ്ടായില്ല. അപ്പോൾ അവരോട് തന്നെ എങ്ങനെയാണ് കൂടുതൽ ദിവസത്തേക്ക് പറയണമെന്ന് വെച്ചിട്ട് ഞാൻ ബസ് സ്റ്റോപ്പിൽ വെച്ച് പരിചയപ്പെട്ട 2 മലയാളി കുട്ടികളുടെ റൂമിലേക്ക് ഷിഫ്റ്റായി. അവിടെ ഞാനൊരു 4 ദിവസം എന്തോ നിന്നു. അപ്പം അവിടെ നിന്നുകൊണ്ട് ഞാൻ അപ്പാർട്ട്മെൻറ്റ് തപ്പിക്കൊണ്ടിരിക്കാറുണ്ട്. അപ്പം അങ്ങനെ തപ്പിക്കഴിഞ്ഞപ്പം ഇവിടെ ഒരു ആപ്പുണ്ട്, വേഗ ഗെസ്റ്റ്. ആ ആപ്പിൽ എനിക്ക് ഇങ്ങനൊരു ഒരാൾ ഒരു അപ്പാർട്ട്മെൻറ്റിൽ ഒരു റൂം കൊടുക്കുന്നുണ്ട് എന്ന് കണ്ടു. അപ്പം ഞാനത് കണ്ടു കഴിഞ്ഞപ്പോൾ ആൾക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് കോൺട്രാക്റ്റ് ഒന്നും തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, എനിക്ക് 3 മാസത്തേക്ക് വേണ്ടിയാണ് ഉള്ളൂ, ഇനിയിപ്പോൾ 2.5 മാസവും കൂടി ഉള്ളൂ. അപ്പോൾ എനിക്ക് കോൺട്രാക്റ്റിൻ്റെ ആവശ്യമില്ല, കാരണം എനിക്കിവിടെ സിറ്റി രജിസ്ട്രേഷൻ വേണ്ട, ഞാൻ തിരിച്ച് പോകാനുള്ള ആളാണ്, എൻ്റെ റൂം അവിടെ ഉണ്ട് ബ്രഹ്മനിൽ ഇപ്പോഴും. അപ്പം പുള്ളിക്കാരൻ പറഞ്ഞു ഓക്കെ, എന്നാൽ പെർഫെക്റ്റാണ്, കാരണം ആൾക്ക് റെൻറ്റ് കിട്ടിയാൽ മതി, കോൺട്രാക്റ്റ് ചെയ്യാൻ പറ്റില്ല, സിറ്റി രജിസ്ട്രേഷൻ ചെയ്ത് തരാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ജർമ്മനിയിൽ താമസിക്കുമ്പോൾ സിറ്റി രജിസ്ട്രേഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം അത് വേണ്ടാന്ന് പറഞ്ഞാൽ തന്നെ പകുതി മുക്കാൽ ആൾക്കാരുടെ ഒരു ലോഡ് അങ്ങോട്ട് ഒഴിവാവാണ്. ഓക്കെ, സോ ഞാൻ ഇയാളുടെ അടുത്തേക്ക് മാറി താമസിച്ചു. അപ്പോൾ ആ അപ്പാർട്ട്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 റൂമാണുള്ളത്, 2 ബെഡ്റൂമുകൾ, കോമൺ കിച്ചണും കോമൺ ബാത്റൂമും. അപ്പോൾ ഒരു കുഞ്ഞു മുറിയാണ് എനിക്ക് കിട്ടിയേക്കണം. ആൻഡ് നല്ല മുറിയായിരുന്നു, എല്ലാ സൗകര്യവും ഉണ്ടായിരുന്നു. അപ്പോൾ ആൾ എൻ്റെ അടുത്ത് അത്യാവശ്യം നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ ആളിങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് വൈഫായിട്ടൊക്കെ എന്തോ വഴക്കൊക്കെയാണ്, അപ്പോൾ വൈഫ് അപ്പുറത്തെ ഒരു സ്ഥലത്ത് താമസിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞ് പറഞ്ഞു വൈഫിന് താനോടെ നിൽക്കണേന് കുഴപ്പമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ അല്ലേ, അത് എൻ്റെ അടുത്ത് പറയേണ്ട ആവശ്യമില്ലല്ലോ, അതെനിക്ക് പറയാം. അത് കഴിഞ്ഞ് ഞാൻ പുള്ളീൻ്റെ റൂമിലേക്ക് മാറിയത് എന്തോ 12-ാം തീയതി 15-ാം തീയതി അങ്ങനെ എന്തോ ആണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈസ്റ്ററിൻ്റെ അവധി വന്നു. അപ്പം ഞാൻ ഈസ്റ്ററിൻ്റെ അവധിക്ക് ബ്രഹ്മനിലേക്ക് പോയി. കാരണം അപ്പം ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിന് എൻ്റെ ബ്രഹ്മനിലെ റൂം കൊടുത്തേക്കാണ്, കാരണം അതെന്തായാലും അവിടെ കിടക്കാം. അപ്പം ഞാൻ വെറുതെ അതിൻ്റെ റെൻറ്റും കൂടി കൊടുക്കണ്ടല്ലോ. അപ്പോൾ അത് വേറൊരാൾക്ക് കൊടുക്കുകയാണെങ്കിൽ എൻ്റെ അപ്പാപ്പന് റെൻറ്റും കിട്ടും, എനിക്ക് വേറെ ചിലവൊന്നുമില്ല, മുറി അവിടെ ഉണ്ടാവും. അപ്പം അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഈസ്റ്ററിന് ഒരു 4-5 ദിവസം അടുപ്പിച്ച് അവധിയുണ്ട്, അപ്പം എന്തിനും ഇവിടെ നിൽക്കണേ വെറുതെ. ഈ പുള്ളിക്കാരൻ്റെ ഒപ്പം എന്തായാലും ഈസ്റ്റർ ആഘോഷിക്കാനും മാത്രം കമ്പനിയൊന്നുമില്ല. അപ്പം ഞാൻ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോണ നേരത്ത് പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, ആളുടെ വൈഫും ഡിവോഴ്സ് ആവുകയാണ്. സോ ഈ മാസം, അതായത് ഏത് മാസം, മെയ് അല്ലായിരുന്നു, മാർച്ച് ഏപ്രിൽ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ 30-ാം തീയതി ആകുമ്പോഴേക്കും ഇറങ്ങിത്തരുമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, സാരില്ല, അവരുടെ ഫാമിലി അല്ലേ, അപ്പം അവർക്ക് പ്രശ്നമുണ്ട്. അപ്പം ഞാൻ വേറെ നോക്കിക്കോളാം, കുഴപ്പമില്ല. എനിക്ക് ടെൻഷനാവുന്നുണ്ട്, കാരണം അതായത് ഇതൊരെണ്ണം കിട്ടാന്ന് പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് കുട്ടികൾ ലൂബിക്കിൽ എയർബിഎൻബി ഒക്കെ എടുത്ത് നിൽക്കുന്നുണ്ട്. പിന്നെ സ്റ്റുഡൻസ് ആയതുകൊണ്ട് അവർക്ക് ക്ലാസ്സിൽ ചിലപ്പോൾ ഫ്രണ്ട്സൊക്കെ കിട്ടണോണ്ട് ഗ്രൂപ്പായിട്ടൊക്കെ നിൽക്കണവരുണ്ട്. ഞാനിത് ഒറ്റക്കാണ്, അതാണെങ്കിൽ എൻ്റെ അടുത്തല്ല യൂണിവേഴ്സിറ്റി ഒന്നും. അപ്പം അതൊരു പണിയാണ് എന്നെനിക്കറിയാം. അപ്പം എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ഈസ്റ്റർ ഫുള്ള് ടെൻഷൻ അടിച്ചാൽ തീർന്ന്, അത് വേറെ കേസ്. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് വന്നത് 22-ാം തീയതി എങ്ങാണ്ടോ, 22-ാം തീയതി 23-ാം തീയതി എങ്ങാണ്ടാണ് ഞാൻ തിരിച്ചവിടെ ചെന്ന് കഴിഞ്ഞപ്പം അതൊരു മൺഡേ അല്ല ട്യൂസ്ഡേ ആയിരുന്നു. ട്യൂസ്ഡേ ഞാൻ തിരിച്ചു വന്നു.
അത് കഴിഞ്ഞ് വെനസ്ഡേ കഴിഞ്ഞ് തേഴ്സ്ഡേ എനിക്ക് ഓഫീസിൽ ചെന്നപ്പോൾ എനിക്ക് വയറുവേദനയായിട്ട് കുറച്ച് സീനായി. ഡോക്ടറിനെ കണ്ട് അപ്പോൾ അങ്ങനെ ഇച്ചിരി മുട്ട സീനായിട്ടിരുന്ന കാരണം ഞാൻ ഫ്രൈഡേ എന്ത് ചെയ്തു, ജോലിക്ക് പോയില്ല. എനിക്ക് നല്ല സ്റ്റൊമക്ക് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് മരുന്ന് കിട്ടിയിട്ടുണ്ടായില്ല. അതിന് എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി നിന്ന് അങ്ങനെ ഒട്ടും വയ്യാണ്ടിരിക്കായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഇരിക്കുകയാണ്, അപ്പോൾ പയ്യെ പാക്കിങ് തുടങ്ങാം. അപ്പോൾ പുള്ളിക്കാരൻ എന്താണ് 30-ാം തീയതി പോയാൽ മതിയെങ്കിലും പാക്കൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണല്ലോ എന്നുള്ള സ്ഥിതിപ്പണി ഞാൻ പാക്കിങ് തുടങ്ങിയത്. അല്ല, അതിന് മുന്നേ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു സൺഡേയിലത്തേക്ക് ഇറങ്ങാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അതുകൊണ്ടിട്ടാണ് ഞാൻ പാക്ക് ചെയ്തത്. അപ്പോൾ സൺഡേയിലത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ പാക്കിങ് ചെയ്ത് നടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്താണ് സൺഡേ എന്നാണല്ലോ പറഞ്ഞത്. സോറി, അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു കോൾ വന്നു. ഓക്കെ, അപ്പം നമ്മളുടെ പാക്കിങ്. അപ്പം ഞാനിത് ഫ്രൈഡേ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഞാൻ ആ വീഡിയോ എടുത്തത്. അപ്പം ഞാൻ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ എല്ലാവരും പറഞ്ഞു, എടി നീ എന്തായാലും മൂവ് ചെയ്യില്ല, അപ്പോൾ അതൊരു വീഡിയോ ആക്കുക. കാരണം ഞാൻ കുറേ ആയിരുന്നു ഈ അലച്ചിലും ഞാൻ പെട്ടി ഉരുട്ടിക്കൊണ്ട് ഇങ്ങനെ നടക്കുക. കാരണം എനിക്കൊരു അപ്പാർട്ട്മെൻ്റ് ആയിട്ടില്ലായിരുന്നു. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ 15-ാം തീയതി വരെ വീടില്ല. എവിടെ നിൽക്കണേ, ഒരു മര്യാദക്ക് ഒന്ന് റെഡിയായി പോകാനോ ഫുഡ് കഴിക്കാനോ പറ്റാനുള്ള. ഞാൻ മാഗി കഴിച്ച് മാത്രമാണ് ലിറ്ററലി ഞാൻ ജീവിച്ചുകൊണ്ടിരുന്നത്. മൺഡേകളിൽ ഓഫീസിൽ നിന്ന് ഫുഡുണ്ട്, അതാണ് എൻ്റെ ആകെയുള്ള മര്യാദക്കുള്ളൊരു ഫുഡെന്ന് പറയുന്നത്. അത്ര ശോകമായിരുന്നു എൻ്റെ അവസ്ഥ. അപ്പം വീഡിയോ എടുക്കലുണ്ടായില്ല. അപ്പം എൻ്റെ അടുത്ത് എന്താണ് വീഡിയോ എടുക്കാൻ പറഞ്ഞത്. അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. അപ്പം പുള്ളി എനിക്ക് മെസ്സേജ് അയച്ചു, എന്താണ് ഇന്ന് രാത്രി റൂം ചെക്ക് ചെയ്യാൻ വരും, നാളെയാണ് ഇറങ്ങേണ്ടതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അപ്പം തന്നെ ഞാൻ എന്ത് കൊണ്ടാരും ഇന്ത്യയാണ് ഇങ്ങനെ പറയണേ. കാരണം സൺഡേ എന്നല്ലേ പറഞ്ഞിരുന്നത്. ഒരു ദിവസമാണോ കൂടുതൽ പറയണുള്ളൂ, പക്ഷെ എന്നാലും നമുക്കൊന്നും ആയിട്ടില്ലല്ലോ. സൺഡേ എന്ന് പറയുമ്പോൾ ഒരു 2 ദിവസം കൂടി ഉണ്ട്, ഇച്ചിരി കൂടി സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞു. പക്ഷെ എന്നിട്ട് ഞാൻ ഓക്കെ എന്നുള്ളത് പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ വന്ന് വാതിൽ മുട്ടിയിട്ട് പറഞ്ഞ് താക്കോല് തരാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നാളെയല്ലേ ഇറങ്ങണ്ടേ, അപ്പോൾ ഇപ്പം എന്തിനാ താക്കോലെന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു നാളെ അല്ല, ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഇറങ്ങണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് വൈകിട്ട് 4 മണിക്കോ, അതെങ്ങനെ ഇറങ്ങാനാ? അതായത് എങ്ങനെ എനിക്കറിഞ്ഞൂടെ, ഞാൻ എങ്ങോട്ട് പോകും, ഞാൻ ഒറ്റയ്ക്കല്ലേ, ഞാൻ എന്ത് ചെയ്യും എന്ന്. പുള്ളിക്കാരൻ പറഞ്ഞു എനിക്കൊന്നും അറിയണ്ട, 4 മണിക്ക് ഇറങ്ങണം, എൻ്റെ മോൻ 4 മണിക്ക് വരും. അപ്പം ഞാൻ ഓക്കെ. കാരണം എനിക്കവിടെ ഒന്നും പറയാനില്ല, നമ്മളൊരു കോൺട്രാക്ട് ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. സോ ആളുടെ വീടാണ്, ആൾക്ക് എപ്പോഴാണെങ്കിലും ഇറക്കി വിടാം എന്നുള്ള സെറ്റപ്പാണ്. അപ്പം ഇതിന് മുന്നേ പുള്ളിക്കാരൻ സൺഡേ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു എന്നെ 30th വരെ നിർത്തുമോ, കാരണം എനിക്ക് വേറെ അപ്പാർട്ട്മെൻറ്റൊന്നും ആയിട്ടില്ലെന്നു. അപ്പോൾ പുള്ളിക്കാരൻ ഫാമിലിനോട് ചോദിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഒരു €100 തരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ, കാരണം വേറെ വീടൊന്നും ആയിട്ടില്ല, നമുക്ക് ബേസിക്കായിട്ട് വേണ്ട താമസിക്കാനൊരു സ്ഥലമാണ്. അപ്പം കൊടുത്തിരുന്നു. ഈ സംഭവമൊക്കെ നടക്കുന്നത് എത്രാം തീയതി, 26 25 അങ്ങനെ എന്തോ കേട്ടോ. ഓക്കെ. എന്നിട്ട് ഞാൻ ഓക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരനൊരു 12:30 ഇപ്പം ഇങ്ങോട്ട് കയറി വന്നു. 12:30 ഇപ്പം കയറി വന്നിട്ട് ആൾ പറഞ്ഞു 1 മണിക്ക് ഇറങ്ങണം എന്ന്. എൻ്റെ എല്ലാം പോയി. ഞാൻ പേടിച്ചു പോയി. സീരിയസ്ലി ഞാൻ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി. ഞാൻ എന്ത് ചെയ്യും എന്നായിപ്പോയി. അപ്പം എന്താണ് എൻ്റെ ബ്രഹ്മനിൽ ഞാൻ റൂം കൊടുത്തേക്കണ ഫ്രണ്ട് എന്ന് പറഞ്ഞില്ലേ, ആൾ എൻ്റെ പെട്ടികൾ കൊണ്ടുപോകാൻ ഹെൽപ്പ് ചെയ്യാനായിട്ട് വരാമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ നേരത്തെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാലും ആളെ വിളിക്കാമെന്നുള്ളതായിരുന്നു. കാരണം ഇത് എൻ്റെ ഒരു 3 പെട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ 3 പെട്ടിയും പിന്നെ കുറച്ച് ബാഗുകളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് കൊണ്ടുപോകാൻ നടക്കൂല. അതുതന്നെയായിരുന്നു ആളെ വിളിക്കാനുള്ളതായിരുന്നു പ്ലാൻ. പക്ഷേ ഇത് ആൾ ഇത്ര വട്ടം വിളിക്കേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അപ്പോൾ 4 മണിക്ക് ഇറങ്ങാൻ പറഞ്ഞപ്പോഴും ആൾ വരാം, ഒരു 2:30 ആകുമ്പോഴേക്കും എത്തും എന്നാണ് പറഞ്ഞേക്കണം. അപ്പം ഞാനിങ്ങനെ ട്രൈയിങ് ടു ബി കാമാണ്, പക്ഷേ എന്നെക്കൊണ്ട് പറ്റണില്ല. കാരണം ടെൻഷനുണ്ട്. ഞാൻ ടെൻഷനടിച്ച് കരയും, പട്ടി മോങ്ങണോണ്ടിരുന്ന് മോങ്ങും. അപ്പോൾ ആ സമയത്ത് ഞാൻ ആർക്കാണ്ടിനൊക്കെ മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു മലയാളി ഗ്രൂപ്പ് കിട്ടി. മലയാളി ഗ്രൂപ്പ് ഇട്ടിട്ട് ഞാൻ മലയാള ഗ്രൂപ്പിൽ മെസ്സേജ് അയച്ചു, എന്താണ് ഞാൻ വളരെ പരിതാപകരമായൊരു അവസ്ഥയിലാണ്, ആർക്കെങ്കിലും എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ വലിയ ഉപകാരമായിരിക്കും, ഞാൻ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണെന്നൊക്കെ പറഞ്ഞിട്ടിങ്ങനെ മെസ്സേജ് ഇട്ടു. പക്ഷെ അതിൽ ഞാൻ ആരും ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്കറിഞ്ഞൂടാ, ഞാൻ ബ്രഹ്മനിലേക്ക് പോയിട്ട് എനിക്ക് വലിയ മലയാളികളൊന്നും പരിചയമില്ല.
എല്ലാവരും അങ്ങോട്ടും കൂടെ മൈൻഡില്ല, എല്ലാവരും സ്വന്തം കാര്യം. ഈവൻ ഞാൻ ഭയങ്കര കമ്പനി ആകുന്നൊരു ഫ്രണ്ട് പോലും എൻ്റെ അടുത്ത് ഇവിടെ വന്നിട്ട് ഞാൻ ഇവിടുത്തെ എന്തോ കാര്യം ചോദിച്ചപ്പോൾ ആളെൻ്റെ അടുത്ത് പറഞ്ഞത്, പുറത്തൊക്കെ വന്നു കഴിഞ്ഞാൽ എല്ലാവരും സ്വന്തം കയറി നോക്കി ജീവിക്കുള്ളൂ, മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാനൊന്നും ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, അങ്ങനെയൊക്കെ പറഞ്ഞേ. അപ്പം ഞാൻ എന്നാലും എൻ്റെ ഒരു അവസ്ഥ കാരണം ഞാൻ മെസ്സേജ് ഇട്ടു. അപ്പം എന്നൊരു ചേട്ടൻ വിളിച്ചു കഴിഞ്ഞിട്ട് എന്ത് പറ്റി എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കരഞ്ഞു പോയി. അപ്പോൾ ചേട്ടന് മനസ്സിലായി എന്തോ ഭയങ്കര ശോകം സിറ്റുവേഷനിലാണ്. അപ്പോൾ അയാളുടെ വൈഫ് വിളിച്ചു കുറച്ച് കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ അവർ പറഞ്ഞു അവർ ലൂബിക്കിൽ താമസിക്കുന്നുണ്ട്, അവരുടെ വീട്ടിലേക്ക് പോരേന്ന് പറഞ്ഞു. ഇപ്പോൾ ഞാൻ ആ വീട്ടിലാണ്. അതായത് എനിക്കറിഞ്ഞൂടാ, നമ്മുടെ നാട്ടിലിങ്ങനെ നടക്കൂലായിരിക്കും, നമ്മളിങ്ങനെ ആരെങ്കിലും വീട്ടിലേക്ക് പോയി നിൽക്കാനുള്ളതൊന്നും ഒരിക്കലും പ്രാക്ടിക്കലി നമ്മൾ ചെയ്യാത്തൊരു കാര്യമാണ്. അപ്പം എനിക്കതുകൊണ്ടിട്ട് ഭയങ്കര എന്തോ പോലെ ഉണ്ടായി. കാരണം എങ്ങനെ കയറി ചെല്ലും, അവരുടെ വീടല്ലേ. പക്ഷേ എനിക്ക് വേറെ വഴിയില്ല എന്നുള്ളത് വേറൊരു സാധനം. അപ്പോൾ ഇവർ 1-ാം തീയതിയാണോ 2-ാം തീയതിയാണോ അല്ല, ഇവർ മൺഡേ നാട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു 1 മാസത്തേക്ക് ഞങ്ങളിവിടെ ഉണ്ടാവില്ല, അപ്പോൾ 1 മാസം നീ ഇവിടെ നിന്നോ, എന്നിട്ട് വീട് നോക്കിക്കോ എന്ന് പറഞ്ഞു. അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് നിൽക്കണമെങ്കിൽ അങ്ങനെ നിന്നോ. ലിറ്ററലി ആ സമയത്ത് ആ വോയിസുകൾ അല്ലെങ്കിൽ ആ കോളുകൾ ഞാൻ പറയും ദൈവം മുന്നിൽ വന്നേക്കണ പോലെയായിരുന്നു. ഞാൻ അത്രക്ക് പരിതാപകരമായൊരവസ്ഥയിലായിരുന്നു. എനിക്കറിഞ്ഞൂടാ ഇപ്പോഴും ഇങ്ങനത്തെ ആൾക്കാരൊക്കെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടോയെന്ന്. അതായത് എന്നെ അവർക്ക് പരിചയമില്ല, ഒരു പരിചയമില്ലാത്തവർ ഞാൻ ചുമ്മാ ഒരു ഗ്രൂപ്പിൽ വന്നൊരു വോയിസിൻ്റെ പേരിൽ അല്ലെങ്കിൽ ഒരു മെസ്സേജിൻ്റെ പേരിൽ, വോയിസും കൂടെ അല്ല മെസ്സേജിൻ്റെ പേരിൽ എന്നെ വിളിച്ചിട്ട് അവരുടെ വീട്ടിൽ നിന്നോളാൻ പറഞ്ഞു. അവരുടെ ഒരു 1 BHK അപ്പാർട്ട്മെൻറ്റാണിത്, അപ്പാർട്ട്മെൻ്റ് അല്ല വീടാണിത്, അവരുടെ മോളും അവരും കൂടെ താമസിക്കണം. ഞാൻ അവരുടെ കൂടെ ഒരു ദിവസം നിന്നു. പക്ഷെ ഞാൻ അന്നല്ല വന്നേ, അന്ന് ഞാൻ ബ്രഹ്മനിലേക്ക് പോയി. അന്ന് എൻ്റെ ഒരു അവസ്ഥ വളരെ ശോകമായതുകൊണ്ടിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നില്ല. വെറുതെ എന്തിനാ, അവർക്ക് പാക്കിംഗ് ഒക്കെ ചെയ്യണ്ടേന്ന് ഓർത്തിട്ട്. അത് കഴിഞ്ഞ് സൺഡേ ഞാൻ വന്നു. അപ്പം ഞാൻ അവരുടെ ഫാമിലീൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തു. അപ്പം ഞാൻ എനിക്ക് ആ മൊമെൻ്റ് ഇപ്പോഴും ഇങ്ങനെ റിയലായിട്ട് പോലും ഫീൽ ചെയ്യണ്ടായില്ല. കാരണം അപ്പം ഐ വാസ് ഫീലിംഗ് റിയലി ബ്ലെസ്ഡ്. സോ ഇപ്പം ഞാൻ അവരുടെ വീട്ടിലാണ് നിൽക്കണേ. അവർ പോയി, നാട്ടിലേക്ക് പോയി. എനിക്ക് അവരുടെ പേരിവിടെ പറയാമോ എന്ന് അറിഞ്ഞൂടാ, കാരണം നല്ല കാര്യമാണ് ചെയ്തേക്കണേ, പക്ഷേ എനിക്ക് അറിഞ്ഞൂടാ അവരുടെ പ്രൈവസി എന്നുള്ള സാധനമൊക്കെ. സോ ബട്ട് ഐ എം റിയലി ഗ്രേറ്റ്ഫുൾ ആൻഡ് താങ്ക്ഫുൾ. മലയാളികളും ഹെൽപ്പ് ചെയ്യും, ഇങ്ങനൊരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. വലിയ കാര്യം. എനിക്ക് അറിഞ്ഞൂടെ ഇത് ആർക്കൊക്കെ എന്തോരം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുമെന്ന്. പക്ഷേ എൻ്റെ ഒരു സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. എൻ്റെ അച്ഛനും അമ്മക്കൊക്കെ എന്തൊരു സമാധാനമായെന്നറിയോ. കാരണം ഞാനിവർ വിളിച്ചിട്ട് കരയാ. ഒരു ദിവസമാണ് ഇത് ഫുള്ള് നടക്കണത്. ഞാനിവിടെ വന്ന്, ഞാൻ പറയാം ലിറ്ററലി ഞാനിവിടെ വന്ന് പിറ്റേ ദിവസം ഞാൻ അവരെ വീഡിയോ കോൾ ചെയ്തപ്പോഴാണ് അച്ഛനമ്മയുടെ ഇപ്പോഴാണ് മുഖത്തിനൊരു തെളിച്ചം വന്നതെന്ന്. കാരണം അത്രയും ദിവസം എന്ത് ചെയ്യും എന്നുള്ളൊരു സാധനമായിരുന്നു. ഇപ്പം ഞാൻ സേഫാണ്, ഹാപ്പിയാണ്, സെറ്റപ്പാണ്. സോ എല്ലാവർക്കും താങ്ക് യു. റൂം ടൂറൊക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ അത് എനിക്ക് അറിഞ്ഞുകൊണ്ട് ഇതിപ്പം അവരുടെ വീടല്ലേ, അപ്പം ഇതൊരു ഫാമിലി ഹൗസ് ആയതുകൊണ്ടിട്ട് എനിക്ക് അങ്ങനെ ചെയ്യാനായിട്ടൊരു മടി. സോ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും താങ്ക് യു, എല്ലാത്തിനും താങ്ക് യു. സോ അത്രയുള്ള ഈ വീഡിയോ. ബൈ, ഐ ലവ് യു.